ഹലോ ഗായ്സ്, നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഗ്രാനീൻ്റെ ചാപ്റ്റർ 2 ആണ്. ഇതിൽ ഗ്രാനി ഇല്ലാതെ വേറൊരാളും കൂടി ഉണ്ട്. അതാണ് ഒരു കളവൻ, ഒരു ചെറിയൊരു അപ്പൂപ്പനാണ്. ഗ്രാനീൻ്റെ അത്ര ഡേഞ്ചർ അല്ലാന്ന് തോന്നുന്നു. പിന്നെ ഈ കളവന് വേറൊരു ഇതും കൂടി ഉണ്ട്, അയാൾക്ക് ചെവി കേൾക്കില്ല, ചില സൗണ്ട് മാത്രമേ കേൾക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. കമോൺ ഗൈസ്. അപ്പോൾ ഈ നമ്മുടെ ഗെയിം അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം, ഇവിടെ ഒളിച്ചിരിക്കുക. ഓക്കെ, അന്ന് ഗ്രാനി ചാപ്റ്റർ 1 കുറച്ച് അടിപൊളി ബെഡൊക്കെ ഇനി ഇതാണെങ്കിൽ തലാണ പോലും ഇല്ല. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ എന്തൊക്കെയാണുള്ളത് എക്സ്പ്ലോർ ചെയ്യുക. നൈസായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും എന്തൊക്കെയുണ്ടൊക്കെ പോയേക്കാം. ഇവിടെ പിന്നെ ഒരു ബോട്ടൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇങ്ങനെ ബോട്ട് എസ്കേപ്പൊക്കെ നൈസായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ട് എസ്കേപ്പ് തന്നെ ഉറപ്പിക്കാം. നമുക്ക് നേരെ മേളിലൊക്കെ പോയി നോക്കാം. ഇവിടെ മാത്രം തപ്പിയിട്ടൊന്നും കാര്യമില്ല. അതിന് മുന്നേ നമ്മുടെ ഗ്രാൻഡ് പേനെയും നമുക്ക് ഇവിടേക്ക് വിളിച്ചു വരുത്താം. നമുക്ക് അപ്പൂപ്പൻ കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല, അയാൾക്ക് ചെവി കേൾക്കില്ല, അത് ഒരു പ്രശ്നം. ഗ്രാനി ആണെങ്കിൽ സൗണ്ടായിട്ട് അങ്ങോട്ട് വരും, അപ്പോൾ അവരെ കുടുക്കാനൊക്കെ പറ്റും. പക്ഷെ ഇയാൾ കുടുങ്ങൊന്നുമില്ല, ഇയാളൊരു പൊട്ടനാണ്. ഓക്കെ, ഒരു വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓ, അപ്പോൾ പോകുന്നു. ഇതാണ് ഗൈസ് ഗ്രാൻഡ്പാ. കഴുത്തിൽ എന്തോ തിളങ്ങുന്നുണ്ട്, എന്താ അറിയില്ല. ഓക്കെ, ഇതിൽ അമ്മൂമ്മ ഇല്ലേ? അമ്മൂമ്മ ഇവിടെ. അമ്മൂമ്മേ, വേറെ അറിയൂ. അപ്പോൾ അപ്പാപ്പൻ പോയിട്ട് അപ്പൂപ്പൻ പോയിട്ട് അമ്മൂമ്മ വന്ന പണിയാണ്. എൻ്റെ അമ്മ ഇത് എവിടെ പോയി? പോണ്ട്, എന്നെ കണ്ടില്ല. ഓ എടാ, ഈ അമ്മച്ചി. എടാ ഞാനില്ല, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. അയ്യോ, ഞാൻ പാവ. അപ്പൂപ്പ എന്നെ വിട്ടേക്ക്. എടാ ഞാൻ പാവടാ. ഇവിടെ എന്നെ എന്നെ പിന്നാലെ വരുന്നുണ്ട്. ഇയാള് വീണ്ടും കോളാക്കി. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് നേരം ഇവിടെ ഒളിച്ചിരിക്കുക, എന്നിട്ട് പോവാ. 2000 years later. ഗൈസ് പോയി എന്ന് തോന്നുന്നു. അതല്ല, ഞാൻ അങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് മൂപ്പരാൾ ഇങ്ങോട്ട് വരുന്നു. ഞാനൊക്കെ ബേജാറായിപ്പോയി. അതൊന്നും സീനില്ല, നമ്മളാണ് നൈസായിട്ട് കയറി പോവുക. ഓക്കെ, ഇപ്പം അവിടെ ആരും ഇല്ല. ഇവിടെയൊക്കെ സെർച്ച് ചെയ്യാം. ഇവിടെ ഒന്ന് നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ. ഒന്നും കൂടി സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് എന്തായാലും വീണ്ടും സൗണ്ട് ഉണ്ടാക്കാം. വിട്ടോ മോനെ, ഇപ്രാവശ്യം രണ്ടാളും വരുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഇപ്രാവശ്യം ഫസ്റ്റ് ആരാ വരിക, സെക്കൻഡ് ആരാ വരിക ഒന്നും അറിയില്ല. ഈ അമ്മച്ചിയാണ് ടൈമിങ് തെറ്റിച്ചത്. അപ്പൂപ്പ നല്ല കുട്ടിയാണ്, അപ്പൂപ്പ നേരത്തെ വരുന്നു. എന്താടെ ഇവരെ കാണാനില്ലല്ലോ. ഓക്കെ, അപ്പൂപ്പ വരുന്നുണ്ട്. അപ്പാപ്പനല്ല, അപ്പൂപ്പ. ഈ അമ്മൂമ്മ ടൈമിങ് തെറ്റിക്കുന്നുണ്ട്, ആണ് പ്രശ്നം. ഓക്കെ, എടാ വീണ്ടും എനിക്കൊന്ന് അമ്മൂമ്മ അമ്മൂമ്മ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പാപ്പന് ബുദ്ധി ഇല്ലാത്ത അമ്മൂമ്മൻ്റെ കുഴപ്പമില്ല. അങ്ങോട്ട് വരില്ല, പൊയ്ക്കോ. കേസ് അങ്ങനെ പോയി. ഇനി അപ്പാപ്പ പോകുമ്പോഴേക്കും അമ്മൂമ്മ വരിക. ഓക്കെ, അയ്യോ എടാ, കളവ് അങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, സേഫാ, പേടിക്കണ. പോയോ? ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നൈസായിട്ട് മേളിലോട്ട് കയറിയിട്ടുണ്ട്. ഓ, അവിടുന്ന് പുറത്തേക്ക് കിടക്കാൻ തന്നെ കുറച്ച് ടൈം എടുത്ത്. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ എന്തൊക്കെയാണുള്ളത് നോക്കാം. അപ്പാപ്പം പിന്നെ അങ്ങോട്ടാണ് പോയത്, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഓക്കെ, ഓ ഇതാ അവിടെ നിൽക്കുന്നുണ്ട് മൂപ്പരാൾ. ഓക്കെ കേസ്, അയാൾ ബാത്റൂമിലേക്ക് പോയി. നമുക്ക് ഇവിടെ എന്തെങ്കിലും നോക്കാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ട്. ഇത് മറ്റേ ബോട്ടിൻ്റെ അവിടെ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്കൊരു കാര്യം ചെയ്ത് വേഗം പോയി ഫിക്സ് ചെയ്തിട്ട് വരാം. ഈ ടൈമിൽ അമ്മച്ചി താഴേക്ക് പോയിണ്ടാവുമോ? അമ്മച്ചല്ലേ അമ്മൂമ്മ താഴേക്ക് പോയിണ്ടാവുമോ? അങ്ങനെയൊന്നുമില്ല. നമുക്കെന്തായാലും ഇത് വേഗം കൊണ്ടുവച്ചിട്ട് വരാം. ഇത് ഈ ബോട്ടിൻ്റെ എവിടെയായിട്ട് വെക്കണ്ടേ? ഇവിടെ
ഇവിടെ ആട്ടാ വെക്കണ്ട. ഇവിടെ അങ്ങനെ നൈസായിട്ട് വെച്ചിട്ടുണ്ട്. കുത്തി കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേറെ എന്തെങ്കിലും പണി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും കയറിപ്പോവും. എൻ്റെ അമ്മ എടോ, ഞാൻ നോക്കുമ്പോൾ അമ്മച്ചീനെ കണ്ട് ഇയാളങ്ങനെ കയറി വന്ന്. ഗൈസ് അത് വല്ലാത്തൊരു ചതിയായി പോയിട്ടോ. ഗൈസ് എന്തായാലും ചതിയായിപ്പോയി. ബിക്കോസ് അതെങ്ങനെ അപ്പാപ്പ ഇവിടെ വന്ന് അപ്പം ഈ രണ്ടാളെ വെച്ച് കളിക്കുന്ന ഒരു പണിയായിരിക്കും. അപ്പം ഇപ്രാവശ്യം നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ അങ്ങോട്ട് കയറിപ്പോവാം. സൗണ്ട് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ഓക്കെ, അങ്ങനെ ഇതാ ഇവിടുന്ന് ഞാനിതാ ഇങ്ങനെ വരുമ്പോൾ ഇത് അങ്ങനെ നോക്കി പോയപ്പോൾ അപ്പാപ്പൻ ബാക്കിൽ നിന്ന് അടിച്ചടാ, തലക്കടിച്ച് കൊന്ന്. അയ്യോ, ഇയാള് കളവൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് മിസ് കുറച്ചുകൂടി മുന്നോട്ട് പോയി തലയ്ക്കൊന്ന് കിട്ടിയാണ്. എനിക്ക് ഇവിടെ മറ്റേ ഡോർ ലോക്ക് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഓ, ഇയാളെപ്പോഴും ഇതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പീസ് ഓഫ് എ പിക്ചറിൽ അപ്പാപ്പനുണ്ട്. അതിനിടെ റഞ്ചൊക്കെ നമുക്ക് കിട്ടും കുറച്ച് കഴിഞ്ഞാൽ. 2 മിനിറ്റ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്ന പോലെ. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? ഓക്കെ, ഇവിടെ ഹെലികോപ്റ്റർ കീ ആണ്, ഇത് ആവശ്യമില്ല. ഓക്കെ, ഇത് തുറന്ന അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? നീങ്ങ്. ഇതിലാണ് കേസ് നമ്മളെ വെപ്പൺ ഇരിക്കുന്നത്. ഇതല്ലാതൊരു വെപ്പണും കൂടി ഉണ്ട്. അതാണ് മറ്റേത്, എന്ത് ഷോർട്ട് ഗൺ. അമ്മച്ചി. ഓക്കെ, അമ്മച്ചി അങ്ങോട്ട് കയറി പോണുണ്ട്. ഓക്കെ, നമുക്ക് വെപ്പൺ കിട്ടിയാൽ കുറച്ചുകൂടി നൈസാവും. പോ. ഓക്കെ, ഇടയ്ക്ക് ഗ്രാൻഡ് പോ ഇവിടെ വന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ്. വോയിസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഓക്കെ, ഇനി നമുക്കൊരു ഒറ്റ പോക്ക. അയ്യോ, ഒക്കൊന്നും വേണ്ട, ഇതിൻ്റെ ഉള്ളൊന്നുമില്ല. ഓക്കെ, വേഗം നമുക്ക് അരിച്ചു വറുക്ക. എടാ, ബാക്ക് അത് വരുന്നുണ്ട്. എൻ്റെ മോനെ വിട്ടോ, എവിടെ നിൽക്കണ്ട. എടാ പാപ്പണ്ടോ? ഇല്ല. എൻ്റെ മോനെ അത് പെട്ടെന്നാണ് തിരിച്ചു വരുന്നത്. എടാ പിന്നാലെ വരുന്നടാ. വിട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ എന്തൊക്കെയുള്ള അരിച്ചു വെറുക്കാം. അതിൻ്റെ ഉള്ളൊരു ചെയിൻ കട്ടർ, ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിക്ക്, പലതരം കീകൾ ഈ വീടിനകത്തുണ്ട്. അവിടെ ഒന്നുമില്ല, ഇവിടെയൊന്നുമില്ല. ഇപ്പം അങ്ങോട്ട് കയറി വരില്ല. ഞാൻ അവിടെ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ രണ്ടുപേരും പ്രശ്നം വന്ന്. എന്താ അറിയില്ല, നല്ല കുട്ടികൾ. ഓക്കെ, ഇതിനുള്ളിൽ വെപ്പൻ കീ കിട്ടി മോനെ. ഇനി വാ തള്ളേ, ഇനി ഞാൻ കാട്ടിത്തരാം. ഇനി എൻ്റെ പവർ ഞാൻ കാട്ടിത്തരാം. ഓക്കെ, ഇവിടെ ഗ്യാസ് ഓയിലുണ്ട്. ഇപ്പോൾ 2 ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അപ്പം വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യും, ഡോറൊന്നും അങ്ങോട്ട് പോവുക. ഇവിടെ ഫ്രഞ്ച് ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് എടുക്കല്ലേ അല്ലേ? ഓക്കെ, നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയാണ് മക്കളെ പൂരം, നമ്മളെ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അതുമാതിരിയുള്ളൊരു പൂരം. ഓക്കെ, ഇനി വാ തള്ളേ കിളവാ. കുറേ നേരം ഈ പട്ടി ഷോ കാണിക്കും. എവിടോ, എന്താ പേടിച്ചോയോ? ഇങ്ങോട്ട് വാ അമ്മച്ചി. നിങ്ങളാണ് എന്നെ 2 പ്രാവശ്യം അടിച്ചത് തോന്നുന്നു. ഓക്കെ, ഒരൊറ്റ വെടി. എവിടെ നിങ്ങളെ ഭർത്താവ്? എവിടെ അപ്പാപ്പ? അപ്പൂപ്പ എവിടെയാണ്? എവിടെ പോയി? എടാ അപ്പൂപ്പനെവിടാ? അപ്പൂപ്പൻ്റെ വെടി കൂടി തീർക്കണോ? അല്ല, വെടിയല്ല, അപ്പൂപ്പനെ കൂടി ഇങ്ങോട്ട് വാ മക്കളെ. എന്തല്ലേ അത് തലക്കിട്ടത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗണ്ണ് കളിക്കാനും അവിടെ ഇട്ടിട്ട് സെക്യൂരിറ്റി കീ എടുത്തിട്ട് അവിടെ പോയി തുറക്കാറുണ്ട്. നമുക്ക് എന്തായാലും അവിടെ പോയി തുറക്കാം. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ സേഫ് കീ ഉണ്ട്. സേഫ് കീയിൽ എന്താണെന്ന് അറിയില്ല. ഇവിടെ ഹെലികോപ്റ്റർ മാനുവലാണ്. ഇവിടെ ഒന്നുമില്ല.
ഇതിലെന്തെയുണ്ടോ? ഇതിലൊന്നുമില്ല, ഇതിലൊന്നുമില്ല. ഇതൊന്നും തുറന്നിട്ടേക്കാം. ഒന്നുമില്ല. നമുക്ക് സേഫ് തുറന്നിട്ട് സേഫിൽ എന്താ ഉള്ളത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഡോർ ഹാൻഡിലാണുള്ളത്. ഇപ്പം ഒരു ഗുണമില്ല ഇതിനെ കൊണ്ട്. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഗണ്ണ് പോയി റീലോഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവും. ഗണ്ണവിടെ ഇതെടുത്തിട്ട് റീലോഡ് ചെയ്യാൻ പോയിട്ട് ഇവിടെ എവിടെയോ ഉണ്ടാണ്ടിനി. എവിടെ മേളിലുണ്ടോ ഉണ്ട? നമുക്ക് ആ ഉണ്ട എടുത്തിട്ട് റീലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഗണ്ണ് മേളിൽ തന്നെ ഇടാം, അതാണ് ബെറ്റർ. ഞാനിപ്പോൾ ഈ ഡോറ് തുറന്നതിനെ കൊണ്ട് എനിക്ക് ഇതിലൂടെ സുഖമായിട്ട് വരാം. ഒരു പിടിക്കാനുള്ള സുഖമായിട്ട് എനിക്ക് ഇതിൽ വരാം. ഓക്കെ, അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ ചില ടൈമിൽ ഈ സ്റ്റിയറിംഗ് വീല് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് മറ്റേ എന്താ പറയുക, മറ്റേ ഹെലികോപ്റ്ററിൻ്റെ അവിടേക്കൊക്കെ പോകേണ്ടി വരും. ഓക്കെ, ഞാനിപ്പോൾ അവിടെ വെള്ളമൊക്കെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെയുള്ള ജീവിനെ കൊടുക്കണം. എന്തൊക്കെയോ പരിപാടികളുണ്ട്, ഫുള്ള് പണിയാണ് ഈ ഗെയിമിൽ. ഇപ്പോൾ അമ്മൂമ്മയും അപ്പൂപ്പനും എണിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൂപ്പൻ എവിടെ സ്പോണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി മയക്ക വേണമെങ്കിൽ ഒരു കൺമുന്നിൽ കണ്ടു കിട്ടിയാൽ ഞാൻ മയക്കം ഉറപ്പാണ്. ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ ഇവിടെ ഇല്ല. ഈ ഡോർ അടച്ചിട്ടേക്കാം, ജസ്റ്റ് ഫോർ എ സേഫ്റ്റി. ഓക്കെ, ഇവിടെ ഇല്ല. ഗ്യാസ് ഓയിലിന് എടുത്തിട്ട് അവിടെ കൊണ്ടിടാം. എവിടെ? അടിയിൽ കൊണ്ടിടാം. ഓക്കെ, നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് എറിയാം. പോട്ടെ. ഓക്കെ, അത് ഞാൻ അയച്ചായിട്ട് അവിടേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടി അടച്ചിട്ടേക്കാം. എല്ലാ ഡോറും തുറന്നിട്ട് കാണുമ്പോൾ എന്തോ പോലെ. ഓക്കെ, ഈ ഗണ്ണെടുക്കാം. ഇവിടെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. ആ ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇടാം. അപ്പോൾ അവിടെ പോയി വെച്ചിട്ട് വരാണെങ്കിൽ എന്തായാലും എടുത്തതല്ലേ, വെച്ചിട്ട് വരാൻ പോയിട്ട്. പിന്നെ നമ്മൾ മേളിൽ എക്സ്പ്ലോർ ചെയ്തില്ല എന്നാണ് തോന്നുന്നത്. എനിക്കൊന്ന് മേളിൽ ചിലപ്പോൾ സ്റ്റിയറിംഗ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഉണ്ട്. ഇനി ഇപ്പം ഞാൻ എന്തിനെടുത്ത സ്റ്റിയറിംഗ് വീൽ കിട്ടിയില്ലേ, എന്നാലും വെറുതെ ഒട്ടിച്ചേക്കാം. ഓക്കെ, ഡക്ട് ടേപ്പ് ഉണ്ട് അവിടെ. ഓക്കെ ഓക്കെ, നമ്മളെ ഗ്രാറ്റ് വാങ്ങാൻ നൈസായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി ഇയാളെ പിടിക്കുന്നതിന് മുമ്പ് ഇയാളെ വെടിവെച്ചിടണോ? അയ്യോ എടാ കൊണ്ടില്ലടാ. അത് കൊള്ളുന്നില്ല. അപ്പോൾ വേറെ ഉണ്ട്. ഇല്ല, അമ്മച്ചി എപ്പോഴാ കയറി വരാൻ പറയാൻ പറ്റില്ല. എടാ എന്തെങ്കിലും വേറെ ഉണ്ടല്ലടാ. അയ്യോ കുടുങ്ങി മക്കളെ. ഉണ്ട ഈസ് നോട്ട് ഹിയർ. ഐ ഹാവ് ഉണ്ട, പ്ലീസ് ദേദോ ഗൈസ്, ഉണ്ട ദേദോ. ബോട്ട് കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഉണ്ട കിട്ടിയിട്ടില്ല. ആ ഗൈസ്, ഉണ്ട ചിലപ്പോൾ താഴത്ത് എവിടെയോ കണ്ടിനി. ഇടയ്ക്ക് അത് ഇവിടെ ഉണ്ട്. ഓക്കെ, ഉണ്ട കിട്ടിയിട്ടുണ്ട്. ഞാൻ അമ്മച്ചിക്കും കൂടി ഇട്ട് ഒന്ന് കൊടുക്കണം. തലക്കിട്ട് കൊടുക്കാം, ഹെഡ് ഷോട്ട് ആയിക്കോട്ടെ. ഓക്കെ, വാ മക്കളെ, എന്താ പിടിച്ച് പറന്നു പോവും. ഓക്കെ, അവരതാ അവിടെ കിടക്കുന്നത്. ഒരു സാരമില്ല കേട്ടോ, അടുത്ത പ്രാവശ്യം നോക്കാം. എന്തല്ലേ, അടുത്ത പ്രാവശ്യം നോക്കാം. ഈ ബിയർ ട്രാപ്പിൽ നമുക്ക് ഇതിട്ടിട്ട് നശിപ്പിച്ചളയാം. ഈ ബിയർ ട്രാപ്പിൽ ഇടങ്ങാറാണ്. നമുക്കിനി കുറച്ച് പരിപാടികളും കൂടി ഉള്ളൂ. ഈ സ്റ്റിയറിംഗ് അവിടെ കൊണ്ടിടുക, പരിപാടിയൊക്കെ കഴിയും. പിന്നെന്താ വേണ്ടേ? പിന്നെ ഗ്യാസ് ഓയിൽ വേണം. അത് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമുക്കിനി അതും കൂടിയൊക്കെ കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ഈ സ്റ്റിയറിംഗ് ഇവിടെ വെക്കാം. ഇനി നമുക്ക് അടുത്ത സാധനം കൂടി എടുത്തിട്ട് വരാം, മറ്റേ ഗ്യാസ് ഓയിലും കൂടി എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ ഗ്യാസ് ഓയിലും എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതും കൂടി അവിടെ ഒഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കണം. ഇതാ ഇവിടെ ഒഴിക്കുക. ഓക്കെ, ഈയാണിപ്പോൾ ഫുള്ളാക്കണം.
ഇതെന്താ അങ്ങനെ കളർ മാറി മാറി വരുന്നത്? ഇതെന്താ ഇത്? ഗ്യാസ് ഓയിൽ തന്നെ ആണോ ഇത്? വേറെ എന്തെങ്കിലും ആണോ? എനിക്കൊരു ഡൗട്ട്. ഇതിങ്ങനെ കളർ മാറി മാറി കളിക്കണ്ടേ, അതാണ് ഞാൻ അങ്ങനെ ഡൗട്ട്. ചോപ്പ്, മഞ്ഞ. ഓ മറ്റേ മനസ്സിലായി, മറ്റേ ട്രാഫിക്കിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ചോപ്പ് മഞ്ഞ, അതൊക്കെ അതാണ് സംഭവം. ഓക്കെ, നമുക്ക് ബോട്ട് കീ. ഇത് ഗ്യാസ് ഓയിലിന് ഒഴിച്ച് സ്പാർക്ക് പ്ലഗ്. ഒരു പെഡ്ലോക്ക് വേണം. ഇനി അതും കൂടി കൊണ്ടുവരണം. ഓക്കെ, ഗ്രാൻഡ് പാ നമ്മളെ കണ്ടു തോന്നുന്നു. എങ്ങോട്ട് തലയിരിച്ച് വെച്ചിരിക്കുന്നത്? ഏതാ മോനെ പറ്റിക്കരുത്. ഓക്ക് ഇയാളെല്ലാം ഉടായിപ്പാട്ടോ ഗൈസ്. നമ്മൾ കണ്ടില്ലാന്ന് ഭാവിച്ചിട്ട് അങ്ങോട്ട് പോവാട്ടോ. ഇയാളെന്താ മോനെ അപ്പൂപ്പൻ്റെ ബുദ്ധി നോക്ക്. മോനെ നോക്ക്, അങ്ങോട്ട് പോകും നോക്ക്. നമ്മൾ എങ്ങോട്ട് തലയിരിച്ച് വെച്ചിട്ട് ആരെങ്കിലും അങ്ങോട്ട് പോവോ? നമുക്ക് ബുദ്ധിയില്ലാന്ന് തോന്നുന്നു. ഈ ഗണ്ണങ്ങനെ നൈസായിട്ട് എടുക്ക്. ആരെങ്കിലും വരുന്നതിന് മുന്നേ വെടിവെക്കണം. അപ്പൂപ്പ പോരും ഇങ്ങോട്ട്, സെറ്റ് കളിക്കണ്ട. എന്നാലും ഇവിടെ ഉണ്ട്. ഇപ്പം അമ്മൂമ്മ എവിടെയാണെന്ന് അറിയില്ല. ഓക്കേ, വാ പോര്, സാരില്ല വിട്ടേക്ക്. ഞാനൊരു അടി വന്നിട്ട് വിടാം. എന്നാ പിടിച്ചോ. ഓക്കെ, നമ്മൾ ഒരടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കൂടിയും കൊടുക്കണം. അത് നമ്മളെ അമ്മച്ചിക്ക് കൊടുക്കണം. അമ്മച്ചി എവിടെയാണെന്ന് എനിക്കറിയില്ല. അല്ല അമ്മച്ചി. ഇവിടെ വരുന്നുണ്ടോ? നമുക്ക് തലക്കിട്ടൊന്ന് കൊടുക്കണം എനിക്ക്. തലയ്ക്ക് എടാ കാശ്, ഞാൻ പെട്ടെന്ന് നിൽക്കുമ്പോൾ അത് വെക്കാൻ പറ്റില്ല. എന്തോ ഹാങ് ആയെന്ന് തോന്നുന്നു. അതാണ് ഞാൻ നോക്കിയത്. നമുക്കിനി ഇവിടെ ഉള്ള മറ്റേ ജീവിനും കൂടി കൊല്ലാം. വാ ഞാൻ വന്ന് ഇത് ഡിസ്കോഡൻസ് കളിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ വെക്കാൻ പറ്റുമോ? കഥ ചത്ത്. ഇനി നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് ക്രോബാർ എടുത്തിട്ട് നോക്കി നോക്കാം. ക്രോബാറിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് പാഡ്ലോക്ക്. നമുക്കെന്തായാലും നോക്കി നോക്കാം. ചിലപ്പോൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്കെന്തായാലും നോക്കാം. ഉണ്ടാവാതിരിക്കില്ല, പാഡ്ലോക്ക് അല്ലേ. നോക്കി നോക്കാം. ഷിറ്റ്, ഇവിടെ ഇല്ല. നമുക്കിനി അടിയിൽ പോയി നോക്കേണ്ടി വരും. അല്ലെങ്കിൽ അടിയിലുണ്ടാവുമോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടോ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റൺ ഗണ്ണുണ്ട്. സ്റ്റൺ ഗണ്ണ് ഒരു ഷോക്ക് അടിപ്പിക്കുന്ന ഗണ്ണാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാൻഡിനെയും ഗ്രാൻഡ് പേനെയും ഷോക്കാക്കാൻ പറ്റും. എന്നുവെച്ചാൽ കറണ്ട് അടിച്ച് ചാവും, അത്രയേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെടുത്ത് നേരെ മേളിലേക്ക് പോവാം. മേളിലേക്ക് പോയിട്ടൊരു പണിയുണ്ട്. ആ പണി എന്താ വെച്ചാൽ, ഇവിടെ അല്ലേ ഈ ഒരു റൂമിലില്ലേ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇവിടേക്ക് കറക്റ്റ് ഫയർ ചെയ്യാം. അപ്പം ഇതിങ്ങനെ തുറന്നു വരും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ താഴേക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മളെ നടുവടിയും. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എന്തൊക്കെയോ വരുന്നുണ്ടോ ഒരു സംശയം. എന്തോ വരാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയണു. ഓക്കെ, ഇവിടെ പാരില്ല. ഇനി ചെയിൻ കട്ടറില്ല, അത് നൈസായിട്ട് അങ്ങ് പൊക്കുക. അത് പൊക്കിയിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് വരിക. എവിടെ? ഇവിടെ അങ്ങ് വരിക. ഇവിടെ വന്നിട്ട് ഇവിടേക്ക് അങ്ങ് വരിക. ഇനി ഇതങ്ങ് കട്ട് ചെയ്യുക. ഓക്കെ. അയ്യോ, ഇയാളാണോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പെഡ്ലോക്ക് കിട്ടി. വെറുതെ അവിടെ നിന്ന് ക്രോബാർ കൊണ്ട് പെട്ടിയും പൊളിച്ച് കളിക്കുക. അവിടെ നിന്ന് ടൈം കൊണ്ട് ഇവിടെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇത് കൂടെ അങ്ങോട്ട് ചാടാം. ഓക്കെ, ഓക്കെ പക്ക സേഫ്. ഇനി നമുക്ക് ബോട്ട് കീയും കൂടി എടുക്കണം. നമുക്ക് ആദ്യം ഇതുകൊണ്ട് അവിടെ പോയി ഇത് തുറക്കാം. ഓക്കെ, ഞാൻ അവിടെ നിന്ന് പോകുന്ന ടൈം കൊണ്ട് രണ്ടുപേരും എന്നെ വളങ്ങി പിടിക്കാൻ നോക്കി. ഞാൻ എന്തോ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടുണ്ടായേ. എന്തോ ലക്കിന് രക്ഷപ്പെട്ടാണ്. ഓക്കെ, നമുക്ക് ഈ സാധനം ഇനി തുറക്കണം. ഓക്കെ, ഇനി ലിവർ പിടിച്ച് കവർത്തുക. അപ്പോൾ ഗേറ്റ് നൈസായിട്ട് തുറന്നു വരും. അങ്ങനെ നൈസായിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്ക്രീനൊക്കെ കളറായി ഉണ്ടല്ലോ. സംഭവം വേറെ ഒന്നുമല്ല. ഞാൻ മറ്റേ
താഴെ പോയി പെഡ്ലോക്ക് ഇട്ട് തുറന്ന് കയറി അങ്ങോട്ട് വരുമ്പോൾ ഒരൊറ്റ അടി. ഓക്കെ ഗൈസ്, 2 എണ്ണം താഴേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൻ്റെ കീ എടുത്തിട്ട്, അയ്യോ ഇയാള് കയറി വരികയും ഒരാൾ ഇറങ്ങി പോവുകയും. അപ്പോൾ നമുക്ക് ഈ ബോട്ട് കീ എടുത്ത് നൈസായിട്ട് അങ്ങ് വെച്ച് പിടിക്കാം. ഇനി എവിടെ നമ്മൾ നിൽക്കൂല, ഗ്രാനിയും ഗ്രാൻഡിനെയും കാണാതെ എവിടെയും ഞാൻ നിൽക്കൂല. ഓക്കെ, ഇവിടെ എവിടെ ഇല്ല, വിട്ടാ മോനെ. ഓക്കെ, നമ്മൾ ഫൈനലി രക്ഷപ്പെടാൻ പോവാണ് ഗ്രാനിൻ്റെ വീട്ടിൽ നിന്ന്. എന്താ ഒരു ഹാങ്. ഓക്കെ, നമ്മൾ രക്ഷപ്പെടാൻ പോവാണ്. 3, 2, 1 യെസ്. നമ്മൾ വണ്ടി എടുത്ത് ടാറ്റാ. അപ്പോൾ അതാരാ തലയിട്ട് നോക്കുന്നത്? പാവം ഗ്രാനിയും ഗ്രാൻഡ് പിയും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഗുഡ് ബൈ.